Welcome back, my dear students, on a new lecture on Laplace transform. So, in this video, നമ്മൾ- we are going to discuss about some properties of Laplace transform. ഈ വീഡിയോയിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ചില പ്രോപ്പർട്ടീസും അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ പ്രോപ്പർട്ടി, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡു യു മീൻ ബൈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ലീനിയാരിറ്റി പ്രോപ്പർട്ടി. സോ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ ലീനിയർ ആണെന്ന് പറയണമെങ്കിൽ എ ഫംഗ്ഷൻ ഓർ an operator is said to be linear if a function g g of ax plus by is equal to a times g of x plus b times g of y. അതായത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസ് ഓഫ് വേരിയബിൾസ് എയും ബിയും കോൺസ്റ്റന്റ് ആണ്, എക്സും വൈയും വേരിയബിൾസ് ആണ്. എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇങ്ങനെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് വേരിയബിൾസ് എടുക്കുമ്പോൾ ആ കോൺസ്റ്റന്റ് വെളിയിലെടുത്തിട്ട് ആ വാല്യൂ ഓഫ് ദ വേരിയബിളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിൽ പറയുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ലീനിയർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ. സോ ലെറ്റ് us ലുക്ക് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്നൊരു ഫംഗ്ഷൻ എടുക്കുക. ജി ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഈസ് ആക്ച്വലി ജി ഓഫ് എക്സിൻ്റെ ആൻസർ എപ്പോഴും എക്സ് ആണ്. ജി ഓഫ് എ എക്സ് പ്ലസ് ബി വൈയുടെ ആൻസർ എ എക്സ് പ്ലസ് ബി വൈ തന്നെയാണ്, വിച്ച് ഈസ് എ ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് വൈ. സോ ദിസ് തിങ് ഈസ് ആക്ച്വലി ലീനിയർ. Okay, define another function g of x is equal to x square. അപ്പോൾ g of ax plus by should be ax plus by the whole square, which is square ചെയ്യുമ്പോൾ a square x square plus b square y square plus 2ab xy. This is a square g of x plus b square g of y plus 2ab xy. Okay, so ഇതിനെ g of ab is equal to a into g of x plus g into g of y എഴുതാൻ പറ്റുന്നില്ല. So this is not linear. Okay, so നമ്മൾ ഒരു ഫംഗ്ഷന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിന്റെ വാല്യൂ എടുക്കുമ്പോൾ ആ കോൺസ്റ്റന്റിനെ വെളിയിലെടുത്തിട്ട് ആ വാല്യൂവുമായിട്ട് പറയാൻ പറ്റുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അവർ റിസൾട്ട് ഈസ് അവർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ ഈസ് ആക്ച്വലി സാറ്റിസ്ഫൈയിങ് ദ ലീനിയാരിറ്റി പ്രോപ്പർട്ടി. സോ ദിസ് ഈസ് ദ റിസൾട്ട് which states the result is the Laplace transform is a linear transformation. Laplace transform എന്ന് പറയുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ വാട്ട് ഡസ് ദിസ് മീൻ? ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് ഇഫ് എ ആൻഡ് ബി ആർ two constants and f of t, comma g of t are functions with Laplace transforms, capital F of s and capital G of s respectively, then scriptal of a f of t plus b g of t should be equal to
a times L of f of t plus g times L of g of t. L of f of t is actually f of s. That is a f of s plus b g of s. ഇവിടെ നമുക്ക് കോൺസ്റ്റൻസ് വെളിയിലെടുത്ത് എഴുതുന്ന രീതിയിൽ എഴുതാം. Okay. So this is the linearity property. So in particular, if k is a constant, then L of k of f of t is equal to k times L of f of t, that is k times f of s. Constants വെളിയിലെടുക്കുന്ന രീതി ഓപ്പറേറ്റ് ചെയ്യാം. ദാറ്റ്സ് ദ ലീനിയറിറ്റി പ്രോപ്പർട്ടി. ഓക്കെ. സോ ഈ കണ്ടീഷനാണ് നമ്മൾ ലീനിയറിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ലീനിയറിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. സോ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദിസ് റിസൾട്ട്. ഈ റിസൾട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ദ പ്രൂഫ് ഈസ്, നമ്മൾ റിസൾട്ട് പറഞ്ഞതിന്റെ തെളിവാണ് പ്രൂഫ്. So L of a f of t plus b g of t by definition is integral 0 to infinity. ഇവിടെ f of t ക്ക് പകരം a f of t plus b g of t. So a f of t plus b g of t into e raised to minus st dt. So this is equal to, നമുക്ക് ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So this is integral 0 to infinity a f of t e raised to minus st plus b g of t e raised to minus st dt. ഇവിടെ രണ്ട് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ ആണ്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. So this is integral 0 to infinity a f of t e raised to minus st dt plus integral 0 to infinity b g of t e raised to minus st dt. എയും ബിയും കോൺസ്റ്റൻസ് ആണ്. ഇന്റഗ്രൽസിന്റെ വെളിയിലെടുക്കാം കോൺസ്റ്റൻസ്. സോ a into integral 0 to infinity f of t e raised to minus st dt plus b into integral 0 to infinity g of t e raised to minus st dt. Now this is f of L of f of t ആണ് definition അനുസരിച്ച്. So this is a into L of f of t plus b into, this is L of g of t, L of g of t. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് L of a f of t plus b g of t is equal to a times L of f of t plus b times L of g of t. L of f of t യെ ക്യാപിറ്റൽ f of s എന്നും L of g of t യെ ക്യാപിറ്റൽ g of s എന്നും കൊടുത്താൽ ദിസ് ഈസ് a ടൈംസ് ക്യാപിറ്റൽ f of s പ്ലസ് b ടൈംസ് ക്യാപിറ്റൽ g of s. ഓക്കെ. സോ ദിസ് ഈസ് ദ ലീനിയറിറ്റി പ്രോപ്പർട്ടി. ഇങ്ങനെയാണ് നമ്മൾ ലീനിയറിറ്റി പ്രോപ്പർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ലീനിയറിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ചില ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വളരെ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. That's what we are going to do next. Okay. So the question is, find the Laplace transform of cos 80 and sin 80. Cos 80യുടെയും sin 80യുടെയും ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ലീനിയറിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് അറിയാം. നമുക്കിത് രണ്ടും ഒരുമിച്ച് കണ്ടുപിടിക്കാനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. നമുക്ക് ഡെഫിനിഷൻ വെച്ച് ഇത് രണ്ടും ചെയ്യാം. ദാറ്റ് ഈസ് ഐ ഗിവ് യു ആസ് ആൻ എക്സസൈസ്. ഡെഫിനിഷൻ വെച്ച് cos 80യുടെയും sin 80യുടെയും ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ. That is given as an exercise. Okay. So നമ്മൾ അത് വെച്ചല്ല ചെയ്യുന്നത്. So the answer is, നമുക്കറിയാം e raised to I theta is equal to cos theta plus I sin theta, which is the classic Euler's formula. So ഇവിടെ cos 80യും sin 80 ആണ്. ഇവിടെ തീറ്റയ്ക്ക് പകരം 80 ആണ് വന്നിരിക്കുന്നത്. So e raised to I 80 is equal to cos 80 plus I sin 80.
So Laplace transform of e raised to iat is equal to Laplace transform of e raised to iat ക്ക് വലിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos at പ്ലസ് i sin at. ലാപ്ലാസ് ട്രാൻസ്ഫോം ലീനിയർ ആയതുകൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സമ്മിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ഓരോന്നിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ സമ്മാണ്. സോ ദിസ് ഈസ് എൽ ഓഫ് cos at പ്ലസ് എൽ ഓഫ് ഐ സൈൻ at. ഇവിടെ ഐ കോൺസ്റ്റന്റ് ആണ്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് ഐ വെളിയിൽ എടുക്കാം. സോ ദിസ് ഈസ് എൽ ഓഫ് cos at പ്ലസ് ഐ എൽ ഓഫ് സൈൻ at. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയും എൽ ഓഫ് കോസ് എറ്റിയും എൽ ഓഫ് സൈൻ എറ്റിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ എൽ ഓഫ് ഇ റൈസ് ടു ഐ എറ്റി കണ്ടുപിടിച്ചിട്ട് അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ദ റിയൽ പാർട്ട്, ദിസ് ഈസ് ദ ഇമാജിനറി പാർട്ട്. സോ എൽ ഓഫ് ഇ റൈസ് ടു ഐ എറ്റിയുടെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതിയിട്ട് അത് ഇക്വേറ്റ് ചെയ്താൽ മതി. റിയൽ പാർട്ടുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എൽ ഓഫ് കോസ് എറ്റി കിട്ടും, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എൽ ഓഫ് സൈൻ എറ്റി കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു. അപ്പൊ നമുക്ക് എൽ ഓഫ് ഇ റൈസ് ടു ഐ എറ്റി ആണ് നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. നമുക്കത് I have already given you that's an exercise. Even though that's I'm going to do this L of e raised to iat. By definition, this is integral 0 to infinity e raised to iat into e raised to minus st dt. Now this can be written as integral 0 to infinity e raised to s ആദ്യം വരുന്ന രീതിയിൽ minus of s minus ia times t dt. ഓക്കെ, എസ് ആദ്യം വരുന്ന രീതിയിൽ നമ്മൾ എഴുതുന്നുള്ളതേ ഉള്ളൂ. ഇതിനെ ഐ എ ടി മൈനസ് എസ് ടി എന്ന് എഴുതാൻ പറ്റും. ടി കോമൺ എടുക്കുക, മൈനസും കോമൺ എടുക്കുക. ദാറ്റ്സ് ഹൗ വി ഗെറ്റ് ദിസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 ടു ബി ഇ റൈസ് ടു മൈനസ് എസ് മൈനസ് ഐ എ ടി ഡി ടി. അപ്പോൾ ഇനി ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഇന്റഗ്രൽ 0 ടു ബി ഇ റൈസ് ടു എസ് മൈനസ് ഐ എ ടി. So integral 0 to b e raised to minus s minus ia t dt. E raised to something in the integral is e raised to something divided by a something the kuda varuna constant. So this is equal to e raised to minus of s minus ia t divided by minus of s minus ia. Limit കൊടുക്കുന്നു. per limit. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ദിസ് ഈസ് നമുക്ക് മൈനസ് 1 ബൈ എസ് മൈനസ് എ കോമൺ എടുക്കാം. മൈനസ് 1 ബൈ എസ് മൈനസ് ഐ എ കോമൺ എടുത്തു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് ഐ എ ടൈംസ് ബി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു എസ് മൈനസ് ഐ എ ഇൻറ്റു 0 എന്ന് കിട്ടും, വിച്ച് ഈസ് ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 ഈസ് 1. ഓക്കെ, നമ്മൾ ഈ വാല്യൂ കൊടുക്കും. നൗ ലിമിറ്റ് b tends to infinity integral 0 to b e raised to minus of s minus ia t dt is equal to limit b tends to infinity minus 1 by s minus ia e raised to minus s minus ia times t minus 1. Minus 1 by s minus ia വെളിയിലെടുക്കുന്നു. So minus 1 by s minus ia times limit b tends to infinity e raised to minus s minus ia t. So ഇവിടെ t അല്ല b, sorry, b minus 1. So this is equal to minus 1 by s minus ia limit b tends to infinity. പിന്നെ 1 by എന്ന് എഴുതാം. So 1 by e raised to s minus ia times b minus 1. So this is minus 1 by s minus ia limit b tends to infinity 1 by ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to sb times e raised to minus iab minus 1 എന്ന് എഴുതാം. s പോസിറ്റീവ് ആണെന്ന് എടുക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു s പോസിറ്റീവ് ആണെങ്കിൽ ദിസ് ഈസ് സം കോൺസ്റ്റന്റ് എന്ന് എടുക്കുക. e raised to sb
b tends to infinity ആകുമ്പോൾ e raised to sb tends to infinity. We have already discussed that as is s is greater than 0, b tends to infinity implies e raised to sb tends to infinity. So 1 by e raised to sb tends to 0. So this part becomes 0 whenever s is positive. Okay, so this answer becomes limit b tends to infinity integral 0 to b e raised to minus s minus ia t dt is equal to minus 1 by s minus ia. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ പാർട്ട് 0 ആണ്. സോ ദിസ് ബിക്കംസ് 0 മൈനസ് 1. ഈ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് ദ ആൻസർ ഈസ് 1 ബൈ എസ് മൈനസ് ഐ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇതാണ് എൽ ഓഫ് ഇ റേസ് ടു ഐ എ ടി is equal to 1 by s minus I, where s is positive. s പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ആൻസർ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 വെച്ചിട്ട് എൽ ഓഫ് ഇ റേസ് ടു ഐ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 we get എൽ ഓഫ് ഇ റേസ് ടു ഐ ടിയുടെ വാല്യൂ. ഇക്വേഷൻ 1 ഒന്നുകൂടി എഴുതുക. ഇ റേസ് ടു ഐ എ ടി ഈസ് ഈക്വൽ ടു എൽ ഓഫ് കോസ് എ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ എ ടി. സോ ദിസ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് 1 ബൈ എസ് മൈനസ് ഐ എ എൽ ഓഫ് കോസ് എ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ എ ടി. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് എന്നുള്ള ഫോമിലല്ല. ഇവിടെ ഡിനോമിനേറ്ററിൽ കോംപ്ലക്സ് നമ്പർ വന്നു. സോ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട്, അതായത് എസ് പ്ലസ് ഐ എയും കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ 1 ബൈ എസ് മൈനസ് ഐ എ ഇൻറ്റു എസ് പ്ലസ് ഐ എ ബൈ എസ് പ്ലസ് ഐ എ ഇസ് ഈക്വൽ ടു എൽ ഓഫ് കോസ് എ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ എ ടി. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ദിസ് ഈസ് എസ് പ്ലസ് ഐ എ. സോ ദിസ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദിസ് ഈസ് എസ് സ്ക്വയർ മൈനസ് ഐ എ ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് എൽ ഓഫ് കോസ് എ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ എ ടി. സോ ദിസ് ഈസ് ഐ സ്ക്വയർ എന്ന് വെച്ചാൽ -1 ആണ്. മൈനസും മൈനസും പ്ലസ് ആകും. സോ ദിസ് ഈസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആകും. സെപ്പറേറ്റ് ചെയ്യുക. സോ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ ഓഫ് കോസ് എ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ എ ടി. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സോ ഇക്വേറ്റിംഗ് the real and imaginary parts, we get നമുക്ക് കിട്ടും എൽ ഓഫ് കോസ് എ ടി ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആൻഡ് എൽ ഓഫ് സൈൻ എ ടി ഈസ് ഈക്വൽ ടു ഐ ഒഴിവാക്കിയുള്ള ബാക്കിയുള്ള പാർട്ട് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ ഇതിൽ നിന്ന് കോസ് എ ടിയുടെയും സൈൻ എ ടിയുടെയും ലാപ്ലാസ് ട്രാൻസ്ഫോംസ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ലീനിയാരിറ്റി പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ കോസ് എ ടിയുടെയും സൈൻ എ ടിയുടെയും വാല്യൂസ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. വേറെ ഈസ് എ കോൺസ്റ്റന്റ്. സിമിലർലി ലീനിയാരിറ്റി പ്രോപ്പർട്ടി കൊണ്ട് ഹൈപ്പർബോളിക് ഫംഗ്ഷനായ കോസ് എച്ച് എ ടിയുടെയും സൈൻ എച്ച് എ ടിയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ് find the Laplace transform of cos h a t and sin h a t. മനസ്സിലാക്കുക, ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം cos h x is equal to e raised to x plus e raised to minus x divided by 2 and sin h x is equal to e raised to x minus e raised to minus x divided by 2. Okay, so cos h ax is equal to
e raised to ax. സോ ഇവിടെ എ ടി ആണല്ലോ, അതുകൊണ്ട് അത് തന്നെ ഇടുക. e raised to at plus e raised to minus at divided by 2. So sin h at is equal to e raised to at minus e raised to minus at divided by 2. So L of cos h at is equal to, cos h at യുടെ വാല്യൂ ഇതാണ്, L of e raised to at by 2 plus e raised to minus at by 2. ഞാൻ 1/2 സ്പ്ലിറ്റ് ചെയ്യുന്നു. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2 ഇൻറ്റു എൽ ഓഫ് ഇ റൈസ് ടു എ ടി പ്ലസ് 1/2 ഇൻറ്റു എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി. ഇനി നമുക്കറിയാം, വി ഹാവ് ഓൾറെഡി പ്രൂവ്ഡ് ദാറ്റ് എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഈസ് ഈക്വൽ ടു 1/s minus a. L of e raised to minus at is equal to 1/s plus a. നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. സോ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് 1/2 ടൈംസ് 1/s minus a പ്ലസ് ദിസ് ഈസ് 1/2 ടൈംസ് 1/s plus a. സോ 1/2 കോമൺ എടുത്തിട്ട് 1/2 ടൈംസ് 1/s minus a plus 1/s plus a. Okay. So L of cos h at is equal to 1/2 times 1/s minus a plus 1/s plus a. LCM എടുക്കുമ്പോൾ this is 1/2 times s plus a plus s minus a divided by s plus a into s minus a. ഇവിടുത്തെ എയും എയും ക്യാൻസൽ ആക്കി കളയാം. സോ ദിസ് ഈസ് 1/2 ടൈംസ് 2s s a plus b into a minus b is a square minus b square. So this is s plus a into s minus a is s square minus a square. ഇവിടുത്തെ 2ഉം 2ഉം ക്യാൻസൽ ആക്കി കളഞ്ഞാൽ we get the answer as s divided by s square minus a square. That is L of cos h at is equal to s divided by s square minus a square. ഇതാണ് ഹൈപ്പർബോളിക് കൊസൈൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. സിമിലർലി L of sin h at is equal to L of sin h at യുടെ വാല്യൂ e raised to at by 2 minus e raised to minus at by 2. ഇതിനെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് 1/2 times L of e raised to at minus 1/2 times L of e raised to minus at. L of e raised to at യുടെ വാല്യൂ 1/s minus a, L of e raised to minus at യുടെ വാല്യൂ 1/s plus a. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L of sin h at is equal to 1/2 times 1/s minus a minus 1/2 times 1/s plus. 1/2 common എടുക്കാം. So this is 1/2 times 1/s minus a by minus 1/s plus a. Okay. So this is 1/2 times അതോട്ട് കൊടുക്കുമ്പോൾ s plus a minus s minus a divided by s minus a into s plus a. S minus a into s plus a. So this is 1/2 times s plus a minus കൊടുക്കുമ്പോൾ minus s plus a divided by a plus b into a minus b is a square minus b square. So this is s square minus a square. ഇവിടുത്തെ എസും എസും ക്യാൻസൽ ആയി കളയാം. a plus a is 2a. 2a divided by 2 is a. So a divided by s square minus a square. So this is L of sin h at. So hyperbolic സൈൻ്റെയും ഹൈപ്പർബോളിക് കൊസൈൻ്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചു യൂസിങ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. സിമിലർലി സൈൻ എ ടിയുടെയും കോസ് എ ടിയുടെയും ലാപ്ലാസ് ട്രാൻസ്ഫോമും ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ച് കണ്ടുപിടിക്കും. സോ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പം ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിതൊക്കെ കണ്ടുപിടിക്കാം. സോ താങ്ക് യു.